അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ കാവിലേക്കാണ്, പനിച്ചിക്കാവ്. ഇപ്പോഴല്ല, രാത്രി ആയപ്പോൾ ആളുകളെ കണ്ടോ നിങ്ങൾ? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ കാവിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് ഇതുപോലെ ഈ കാവിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ സ്റ്റോറേജ് ഫുള്ള്. ഈ വർഷം അതേ ഫോണുമായിട്ട് ഇവൻ വന്നിട്ടുണ്ട്, 2 GB സ്റ്റോറേജ് ഒക്കെ ആക്കി വെച്ചിട്ട്. പിന്നെ കുഴപ്പമില്ല, ഇപ്രാവശ്യം ഞാനും ഉണ്ടല്ലോ, ഏകദേശം എല്ലാം ഞാൻ കവർ ചെയ്തോളും. അപ്പോൾ പിന്നെ അവന് സ്റ്റോറേജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ തെയ്യാന്ന് തോന്നുന്നു, കെട്ടി തുടങ്ങുന്നേ ഉള്ളൂ അതൊക്കെ. പിന്നെ ഗുളികന് മുടി വെക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പുറത്തൊരു തെയ്യം നേർച്ച വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉത്സവ പറമ്പിലേക്ക് ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി കുറച്ച് ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നേരെ ചന്തയിലേക്ക് കയറി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഒരു വെറൈറ്റി ഡ്രോയിങ് ബുക്ക്. സാധാരണ ഡ്രോയിങ് ബുക്ക് പോലെയല്ല, നല്ല രസമുണ്ട് കാണാൻ, ഒരു ക്യൂട്ട്നെസ് കൂടുതൽ. ഇത് ഫാനാന്ന് കരുതിയിട്ട് ആ സ്വിച്ച് ഞെക്കാൻ പോയതാ. ഇത് ഷോക്ക് അടിക്കുന്ന സാധനമായിരുന്നു. നല്ലൊരു ഷോക്ക് കിട്ടിയപ്പോൾ സമാധാനമായി. പിന്നെ ഒരു അടിപൊളി സാധനം കണ്ടു, നൂലുമ്പ് പോകുന്ന സ്പൈഡർമാൻ. ഇതിങ്ങനെ വലിച്ചു കൊടുത്താൽ മേലേക്ക് പോകും, ഫ്രീ ആയി വിട്ടിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരും. അടിപൊളി. പിന്നെ ഇത് രണ്ടും എറിഞ്ഞു പൊട്ടിക്കുന്ന പടക്കാണ്. ഒന്നിങ്ങനെ ഒരച്ചിട്ട് എറിയും, മറ്റേത് എറിഞ്ഞാൽ മതി, അപ്പോൾ പൊട്ടിക്കോളും. കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നല്ല സൗണ്ട് ഉണ്ട് ഇതിന് രണ്ടിനും. അങ്ങനെ അവിടെയൊക്കെ ചുറ്റി അടിച്ചിട്ട് നമ്മൾ പിന്നെ DJയും ഘോഷയാത്രയും കാണാൻ വേണ്ടി നടന്നു. പകല് കണ്ടപ്പോൾ ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു ഉത്സവമാണെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ലായിരുന്നു. നമുക്ക് കാവിൻ്റെ അടുത്തുനിന്ന് ഈ ഒരു DJ കാണാൻ ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു പോയി. അമ്മ അതിൽ തിക്കും തിരക്കുമായിരുന്നു. അപ്പം തിരക്കുന്നൊന്ന് ഫ്രീ ആയി കിട്ടി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോട്ടെ.